ഹൈബ്രിഡ് ക്രോസ് എന്താണെന്ന് പഠിച്ചു. ആ മോണോ ഹൈബ്രിഡ് ക്രോസിൽ നിന്നും കിട്ടുന്ന 2 റേഷ്യോസും പഠിച്ചു. മോണോ ഹൈബ്രിഡ് ക്രോസ് ഒന്നുകൂടെ പറയാം. മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്വഭാവം മാത്രമെടുത്ത് ഹൈബ്രിഡിനെ ഉണ്ടാക്കുന്ന ക്രോസിനെയാണ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ എടുത്തത് പയർ ചെടിയുടെ നീളം മാത്രമാണ്. ഒരു സ്വഭാവം, നീളം കൂടിയതും നീളം കുറഞ്ഞതും, അത് അതിൻ്റെ 2 വശങ്ങളാണ്. പ്യുവറായിട്ടുള്ള നീളം കൂടിയ ചെടിയെയും പ്യുവറായിട്ടുള്ള നീളം കുറഞ്ഞ ചെടിയെയും തമ്മിൽ ക്രോസ് ചെയ്തു. മനസ്സിലായി? ക്രോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 വ്യത്യസ്ത തരം ജീനോടൈപ്പുകളുള്ള ചെടികളാണ്. അതായത് നീളം കൂടിയതിൻ്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി ആണ്. ക്യാപിറ്റൽ ടി ആണ്. നീളം കുറഞ്ഞതിൻ്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് സ്മാൾ ടി ആണ്. ആ വ്യത്യാസമുള്ളത് കൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്? ജനറ്റിക്കലി ഡിഫറൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ക്യാപിറ്റൽ ടി സ്മാൾ ടി എന്ന് പറയുന്ന 2 ചെടികളെ നമ്മൾ ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയ വെറൈറ്റി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി സ്മാൾ ടി എന്ന് പറയുന്ന ജീനോടൈപ്പുള്ള ചെടിയാണ്. അതിനകത്ത് നീളം എന്ന് പറയുന്ന സ്വഭാവത്തിനെ നിയന്ത്രിക്കുന്ന അലീലുകളിൽ ഓരോന്നും ഏതൊക്കെയാണ്? ഒന്ന് ക്യാപിറ്റൽ ടി ആണ്, ഒന്ന് സ്മാൾ ടി ആണ്. പക്ഷേ ക്യാപിറ്റൽ ടിയും സ്മാൾ ടിയുമാണ് വന്നതെങ്കിലും അവ വളർന്നുണ്ടായ ചെടികളെല്ലാം എന്തായിരുന്നു? നീളം കൂടിയവ തന്നെ ആയിരുന്നു. അതിനെയാണ് ഫസ്റ്റ് ഫിലിയൽ അതായത് ക്യാപിറ്റൽ ടി സ്മാൾ ടി ആദ്യമുണ്ടായ ആ ജനറേഷനെയാണ് F1 ജനറേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഫിലിയൽ ജനറേഷൻ എന്ന് പറയുന്നത്. മെൻ്റൽ എന്താ ചെയ്തത്? ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. ഒന്നുകൂടി പറയുന്നു. മെൻ്റൽ ആ F1 ജനറേഷൻ, അതായത് ക്യാപിറ്റൽ ടി സ്മാൾ ടി എന്ന ജീനോടൈപ്പിലുള്ള നീളം കൂടിയ ചെടികളെ എന്ത് ചെയ്തു? സെൽഫ് പോളിനേഷൻ നടത്തി. ആ ചെടികളെ തന്നെ സെൽഫ് പോളിനേഷൻ നടത്തി. അതായത് ക്യാപിറ്റൽ ടി സ്മാൾ ടി ചെടിയെ ആ ക്യാപിറ്റൽ ടി സ്മാൾ ടി ചെടി കൊണ്ട് തന്നെ ക്രോസ് ചെയ്തു. സെൽഫ് പോളിനേഷൻ നടത്തിയപ്പോൾ കിട്ടിയതാകട്ടെ, അതായത് 2 തരം ചെടികളാണ് ഫിനോടൈപ്പിൽ കിട്ടിയത്. അതായത് നീളം കൂടിയവയും കിട്ടി, നീളം കുറഞ്ഞവയും കിട്ടി. അതായത് 75% നീളം കൂടുതലും 25% നീളം കുറഞ്ഞതുമായ ചെടികളെയാണ് കിട്ടിയത്. അതാണ് നമ്മൾ പറയുന്നത് മോണോ ഹൈബ്രിഡ് ഫീനോടിപ്പിക് റേഷ്യോ. അതായത് 3:1. നീളം കൂടിയത് 3 നീളം കുറഞ്ഞത് 1. നമ്മളിവിടെ ചെയ്തത് 3. ഇതായിട്ട് ഇത് ക്യാപിറ്റൽ ടി ടാളാണ്, ക്യാപിറ്റൽ ടി സ്മാൾ ടി സ്റ്റാളാണ്, ക്യാപിറ്റൽ ടി സ്മാൾ ടി ടാളാണ്, സ്മാൾ ടി ഡ്വാർഫാണ്. അതായത് ടാള് 3 75%, അതാണ് 3. ഡ്വാർഫ് 25%, 4-ൽ 1 മാത്രമേ ഉള്ളൂ, അതാണ് 1. 3:1. അതാണ് നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ. മോണോ ഹൈബ്രിഡ് ഫിനോടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 3:1. നീളം കൂടിയത് 3 ഉണ്ട്, നീളം കുറഞ്ഞത് 1 ഉണ്ട്. ശരിയാ. പക്ഷെ നമ്മളതിൻ്റെ ജീനോടൈപ്പ് എന്ന് നോക്കിയേ, അതായത് ജനറ്റിക് കോൺഫിഗറേഷൻ നോക്കിയേ. ടാൾ, ഓരോ ടാളിൻ്റെ നോക്കിയേ. ഇത് ക്യാപിറ്റൽ ടി അത് എത്ര ഉണ്ട്? 1. പിന്നെ ക്യാപിറ്റൽ ടി സ്മാൾ ടി എത്ര കിട്ടി? 2. പിന്നെ സ്മാൾ ടിയോ 1. അതായത് ഇതിനെയാണ് ജീനോടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത്. ജീനോടിപ്പിക് റേഷ്യോ. ക്യാപിറ്റൽ ടി 1, ക്യാപിറ്റൽ ടി സ്മാൾ ടി 2, സ്മാൾ ടി 1. അതായത് 1:2:1. അതാണ് മോണോ ഹൈബ്രിഡ് ജീനോടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു വെച്ചത്. ഓക്കെ, നമുക്കിനി അടുത്ത കാര്യത്തിലോട്ട് പോകാം. മെൻ്റൽ ഈ നീളമെന്ന് പറയുന്ന ആ സ്വഭാവം മാത്രമല്ല, മറ്റ് സ്വഭാവങ്ങളിലെല്ലാം ഇതുപോലെ മോണോ ഹൈബ്രിഡ് ക്രോസ് നടത്തി. ഫ്ലവർ കളർ നമ്മൾ പഠിച്ചല്ലോ. 7 പ്രധാനപ്പെട്ട സ്വഭാവങ്ങളാണ് മെൻ്റൽ പയർ ചെടിയിൽ തിരഞ്ഞെടുത്തത്. അതായത് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് 14. 7 നീളം എന്ന് പറയുന്നതിൽ എത്ര ഉണ്ട്? നീളം കൂടുതലുണ്ട്, നീളക്കുറവുണ്ട്. അതുപോലെ ഓരോന്നിനും ഇപ്പോൾ ഫ്ലവർ കളറ്, സീഡ് ഷേപ്പ്, പോട്ട് കളറ്, പോളി ഷേപ്പ്, ഫ്ലവർ പൊസിഷൻ,
പ്ലാന്റ് ഹൈറ്റാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇങ്ങനെയുള്ള ഓരോ തരം സ്വഭാവങ്ങളും ചെടികളിൽ നോക്കി അദ്ദേഹം മോണോ ഹൈബ്രിഡ് കോഴ്സ് നടത്തി. അദ്ദേഹം എഴുതി വെച്ചിരുന്ന ആ ജനറേഷൻ്റെ നമ്പറുകളാണ് ഓരോന്നും ഇവിടെ എഴുതിയേക്കുന്നത്. റേഷ്യോ 3:15:1 ഇങ്ങനെ ഓരോന്ന് കിട്ടി. 3.15:1 അങ്ങനെയാണ്. 3.1:1 അങ്ങനെ ഓരോ കിട്ടിയ വിത്തുകളുടെ എണ്ണം വെച്ചാണ് അദ്ദേഹം എഴുതിയത്. സോ മെൻഡൽ മെയ്ഡ് സിമിലർ ഒബ്സർവേഷൻസ് ഫോർ ദ അതർ പെയേഴ്സ് ഓഫ് ട്രൈറ്റ്സ്. ഇതേപോലെ നീളം, അതായത് പ്ലാന്റ് ഹൈറ്റിൽ ചെയ്ത ആ ഒബ്സർവേഷൻ പോലെ മറ്റ് സ്വഭാവങ്ങളിലും മെൻഡൽ പരീക്ഷണങ്ങൾ നടത്തി. സോ ഹീ പ്രപ്പോസ്ഡ് ദാറ്റ്, അതിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലായത് എന്താണെന്ന് അറിയാമോ? സം ഫാക്ടേഴ്സ് വെയർ ഇൻഹെറിറ്റഡ് ഫ്രം പേരൻറ് ടു ഓഫ്സ്പ്രിങ്സ്. ഈ സ്വഭാവങ്ങളെ എവിടെ നിന്നും? പേരൻസിൽ നിന്നും ഓഫ്സ്പ്രിങ്സിലേക്ക് കൊണ്ടുവരുന്നത് ഏതോ ഒരു അദ്ദേഹം പറയുന്നത് ഏതോ ഒരു ഫാക്ടറാണ്. അദ്ദേഹത്തിന് അത് എന്താണെന്നുള്ളത് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് മനസ്സിലായി എന്തോ ഒരു ഫാക്ടർ പേരൻസിൽ നിന്നും ഓഫ്സ്പ്രിങ്സിലേക്ക് സ്വഭാവങ്ങളെ കൊണ്ടുവരുന്നു. ആ മെൻഡൽ അന്ന് പറഞ്ഞ ഫാക്ടറുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന ജീൻസ്. സോ ഫാക്ടേഴ്സ് ആർ നൗ കാൾഡ് ആസ് ജീൻസ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഏതോ ഒരു ഫാക്ടേഴ്സ് എവിടെ നിന്നും? പേരൻസിൽ നിന്നും ഓഫ്സ്പ്രിങ്സിലേക്ക് എന്തിനെ കൊണ്ടുപോകുന്നു? ക്യാരക്ടേഴ്സിനെ കൊണ്ടുപോകുന്നു, ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നു. അദ്ദേഹം അന്ന് പറഞ്ഞ ആ ഫാക്ടേഴ്സാണ് ഇന്ന് നമ്മൾ എന്തായിട്ട് പഠിക്കുന്നത്? ജീനുകളായിട്ട് പഠിക്കുന്നത്. അപ്പം ഫാക്ടേഴ്സ് അദ്ദേഹം അന്ന് പറഞ്ഞ ആ ഫാക്ടേഴ്സാണ്. ഓക്കെ, ഇനി നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കിയേ. F1 ജനറേഷൻ ഇവിടെ മെൻഡൽ നടത്തിയ ആ നീളം, ചെടിയുടെ ഉയരം എന്ന സ്വഭാവമെടുത്ത് നടത്തിയ പരീക്ഷണത്തിലെ F1 ജനറേഷൻ ഏതായിരുന്നു? ക്യാപിറ്റൽ ടി സ്മാൾ ടി. നമ്മൾ ആ ക്യാപിറ്റൽ ടി സ്മാൾ ടി എന്ന് പറയുന്നതിനെ സെൽഫ് പോളിനേഷൻ നടത്തുകയാണെന്ന് വെച്ചു. അദ്ദേഹം സെൽഫ് പോളിനേഷൻ നടത്തി. അപ്പോൾ ക്യാപിറ്റൽ ടി സ്മാൾ ടി എന്ന് പറയുന്ന ജീനോടൈപ്പുള്ള ഒരു ചെടിയിൽ അതിൽ എന്തുണ്ടാകുമ്പോൾ? ലിംഗകോശങ്ങൾ ഉണ്ടാകുമ്പോൾ, അതായത് ഗമീറ്റുകൾ ഉണ്ടാകുമ്പോൾ, ഓരോ ചെടിയിലും ക്യാപിറ്റൽ ടി സ്മാൾ ടി എന്ന് പറയുന്ന ചെടിയിൽ എത്ര തരം ഗമീറ്റുകൾ ഉണ്ടാകും? 2 തരം ഗമീറ്റുകൾ ഉണ്ടാകും, അല്ലേ? അതായത് ക്യാപിറ്റൽ ടി ഗമീറ്റും ഉണ്ടാകും, സ്മാൾ ടി ഗമീറ്റും ഉണ്ടാകും. അതായത് ഗമീറ്റിനകത്ത് ഒരു ഗമീറ്റിൽ നീളത്തിൻ്റെ ക്യാപിറ്റൽ ടി ജീനായിരിക്കും കാണുന്നത്, മറ്റൊരു ഗമീറ്റിൽ എന്തായിരിക്കും? സ്മാൾ ടി എന്ന് പറയുന്ന ജീനായിരിക്കും കാണുന്നത്. അതായത് ക്യാപിറ്റൽ ടി സ്മാൾ ടി എന്ന് പറയുന്ന ചെടിയിൽ ഉണ്ടാകുന്ന ഗമീറ്റുകൾ എന്ന് പറയുന്നത് 50% വീതമായിരിക്കും. അതായത് ക്യാപിറ്റൽ ടി 50% കാണും, സ്മാൾ ടി 50% കാണും, അല്ലേ? ഈക്വൽ പ്രപ്പോർഷനിലായിരിക്കും വരുന്നത്. സോ F1 generation, F1 when self-pollinated produces gametes capital T and small t in equal proportion. ഈക്വൽ പ്രപ്പോർഷനിലായിരിക്കും ഈ ക്യാപിറ്റൽ ടി സ്മാൾ ടി എന്ന് പറയുന്ന ചെടിയിൽ ഗമീറ്റുകൾ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ പ്രത്യേകത, ഡ്യൂറിങ് ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് പോളൻ ഗ്രെയിൻസ് ഓഫ് ക്യാപിറ്റൽ ടി have 50% chance to pollinate eggs of capital T and small t. നോക്കിയേ, ഈ പിക്ചറിൽ ഈ ഇതൻ്റെ മുകളിലത്തെ ക്യാപിറ്റൽ ടി നോക്കിയേ. ഈ ക്യാപിറ്റൽ ടി ഒരു മെയിൽ ചെടിയുടെ ഒരു ക്യാപിറ്റൽ ഗമീറ്റാണെന്ന് വെച്ചോ. ക്യാപിറ്റൽ ടി ഗമീറ്റാണ്. ഈ ക്യാപിറ്റൽ ടി ഗമീറ്റിന് എന്തുണ്ട്? 50% ചാൻസ് ഉണ്ട് ഫീമെയിലിൻ്റെ ക്യാപിറ്റൽ ടി ഓവുമായിട്ട് ജോയിൻ ചെയ്യാനും അതുപോലെ തന്നെ സ്മാൾ ടി ഗമീറ്റുമായിട്ട് ജോയിൻ ചെയ്യാനും 50%. അതുകൊണ്ടാണ് നമ്മൾ ഈ ടിയും കൂടെ ചേർത്ത് ഇവിടെ ക്യാപിറ്റൽ ടി എന്ന് എഴുതി, ഈ ടിയും കൂടെ സ്മാൾ ടിയും കൂടെ ചേർത്ത് ഇവിടെ ക്യാപിറ്റൽ ടി സ്മാൾ ടി എന്ന് എഴുതിയത്. അപ്പം ഡ്യൂറിങ് ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് പോളൻ ഗ്രൈൻസ് ഓഫ് ക്യാപിറ്റൽ ടി ഹാവ് 50% ചാൻസ് ടു പോളിനേറ്റ് എക്സ് ഓഫ് ക്യാപിറ്റൽ ടി ആൻഡ് സ്മാൾ ടി, അല്ലേ? അതേപോലെ തന്നെ നോക്കിക്കേ, ഈ മുകളിലെ ഉള്ള ഈ സ്മാൾ ടി നോക്കിക്കേ, ഈ സ്മാൾ ടിക്കും അതേപോലെ തന്നെ
50% ചാൻസ് ആണ് ഏതുമായിട്ട് ക്യാപിറ്റൽ ടിയുമായിട്ട് ജോയിൻ ചെയ്യാനും സ്മാൾ ടിയുമായിട്ട് ജോയിൻ ചെയ്യാനും. ശരിയല്ലേ? 50% ഉണ്ട്. 50% എന്തുണ്ട്? ചാൻസ് ഉണ്ട്. അതായത് നോക്കിയേ, 1/4 ഓഫ് ദ റാൻഡം ഫെർട്ടിലൈസേഷൻ ലീഡ്സ് ടു സ്മാൾ ക്യാപിറ്റൽ ടി ഇല്ലേ? 4/1 റാൻഡം ഫെർട്ടിലൈസേഷനാണ് എന്ത് നടക്കുന്നത്? ക്യാപിറ്റൽ ടി ഉണ്ടാകാൻ സഹായിക്കുന്നത്. അതേപോലെ 4/2 ചാൻസ്, അതായത് ഹാഫ്, പകുതി, 4/2 ഹാഫ് ചാൻസ് ആണ് എന്തുള്ളത്? ക്യാപിറ്റൽ ടി സ്മാൾ ടി ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ 1/4, അതായത് 4/1 സ്മാൾ ടി ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ നോക്കിയേ, 25, 4/1 പറയുന്നത് എത്രയാണ്? 25% എന്ന് പറയാം. 25% ക്യാപിറ്റൽ ടി ഉണ്ടാകാനുള്ള സാധ്യത. പകുതി 50% ക്യാപിറ്റൽ ടി സ്മാൾ ടി ഉണ്ടാകാനുള്ള സാധ്യത. 25% സ്മാൾ ടി ഉണ്ടാകാനുള്ള സാധ്യത. ഇത് മെൻഡലിൻ്റെ ആ പരീക്ഷണത്തിൽ നിന്നും മെൻഡൽ തന്നെ മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പോൾ നോക്കിയേ, ഇതാണ് ആ ചാൻസ് ഓഫ് ഫെർട്ടിലൈസേഷനാണ്. അതായത് ക്യാപിറ്റൽ ടി സ്മാൾ ടി എന്ന് പറയുന്ന 2 തരം ഗമീറ്റുകൾ ഉണ്ടാകും. അവയ്ക്ക് എന്താണ്? 50% വീതം ക്യാപിറ്റൽ ടി സ്മാൾ ടിയുമായിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ള സാധ്യത ഉണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്. ഇനിയും നോക്കിയേ, മെൻഡല് ഈ ഡ്വാർഫ് പ്ലാന്റിനെ F2 ജനറേഷനിൽ ഡ്വാർഫ് കിട്ടിയല്ലോ. അതായത് 1:2:1 എന്ന് പറയുന്നത്, ആദ്യത്തെ 1 എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി ആണ്. ഇതെല്ലാം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണേ. ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ആദ്യത്തെ 1 ആണ്. പിന്നെ രണ്ടാമത്തത് 1:2 എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി സ്മാൾ ടി ആണ്. പിന്നെ 2:1, ആ ലാസ്റ്റ് വരുന്ന 1 എന്ന് പറയുന്നത് സ്മാൾ ടി ആണ്. F2വിൽ കിട്ടിയ ഈ ചെറിയ പ്ലാന്റിനെ, നീളം കുറഞ്ഞ പ്ലാന്റിനെ അദ്ദേഹം സെൽഫ് പോളിനേറ്റ് ചെയ്തു. മെൻഡൽ സെൽഫ് പോളിനേറ്റഡ് ദ F2 പ്ലാന്റ്സിനെ എല്ലാം സെൽഫ് പോളിനേറ്റ് ചെയ്തു. അപ്പോൾ അതിനകത്ത് അദ്ദേഹം കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, F2വിലെ ഡ്വാർഫ് പ്ലാന്റിനെ അദ്ദേഹം അതുകൊണ്ട് തന്നെ സെൽഫ് പോളിനേഷൻ ചെയ്തപ്പോൾ കിട്ടിയതെല്ലാം ഡ്വാർഫ് പ്ലാന്റുകൾ തന്നെയായിരുന്നു. സോ Mendel self-pollinated the F2 plants and he found that dwarf F2 plants continued to generate dwarf plants in F3 and F4 generation. അപ്പോൾ F3, അപ്പം ഇത് തമ്മിൽ, ഇപ്പോൾ F2വിലെ ഡ്വാർഫും തമ്മിൽ സെൽഫ് പോളിനേറ്റ് ചെയ്ത് F3 ഉണ്ടാക്കി. അന്നേരവും ഡ്വാർഫ് തന്നെ കിട്ടി. ഈ F3യിലെ ഈ ഡ്വാർഫിനെ ഇതുകൊണ്ട് തന്നെ സെൽഫ് പോളിനേഷൻ നടത്തി. അന്നേരവും എന്ത് കിട്ടി? F4 കിട്ടി. അടുത്ത ജനറേഷൻ കിട്ടി, അതും ഡ്വാർഫായിരുന്നു. സോ അദ്ദേഹം പറഞ്ഞു, ഹി കൺക്ലൂഡഡ് ദാറ്റ് ജീനോടൈപ്പ് ഓഫ് ദ ഡ്വാർഫ്സ് വാസ് ഹോമോസൈഗസ്. ഈ ഡ്വാർഫിൻ്റെ ജീനോടൈപ്പ് എപ്പോഴും ഹോമോസൈഗസ് ആയിരിക്കും. ഡ്വാർഫായ പ്ലാന്റിൻ്റെ ജീനോടൈപ്പ് അദ്ദേഹം പരിശോധിച്ചു. എല്ലാ തലമുറകളിലും എന്താണ്? ഹോമോസൈഗസ് ആണ്. ഡ്വാർഫ് എന്ന് പറയുമ്പം സ്മാൾ ടി ആണ്. ഹോമോസൈഗസ് എന്ന് പറയുമ്പം ഒരു സ്വഭാവത്തിൻ്റെ 2 ജീനുകളും ഒരേപോലെ വരുന്നതാണ്. അതായത് സ്മാൾ ടി എന്ന് പറയുന്ന അവസ്ഥയാണ് എല്ലാ ഡ്വാർഫിലും വരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ജീനോടൈപ്പ് ഓഫ് ദ ഡ്വാർഫ് വാസ് ഹോമോസൈഗസ്. ഈ ഡ്വാർഫിൻ്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് ഹോമോസൈഗസ് ആണെന്ന്. ഒരു ക്രോസിൽ കിട്ടിയ ചെടിയുടെ ജീനോടൈപ്പ് അറിയാൻ വയ്യ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അദ്ദേഹം അവിടെ ഒരു ക്രോസ് നടത്തി. അത് ഞാൻ ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കൂടെ തന്നെ ബാക്ക് ക്രോസുമുണ്ട്. ഇത് ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇത് സെക്കൻഡ് F2 തലമുറയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ക്യാപിറ്റൽ ടി സ്മാൾ ടി ഹൈബ്രിഡാണ്. ക്യാപിറ്റൽ ടി സ്മാൾ, ഇതെല്ലാം ഹൈബ്രിഡാണ്. F2 തലമുറയിൽ കിട്ടിയതാണ്. ഈ F2 തലമുറയെ അതിൻ്റെ ഏതെങ്കിലും പേരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ബാക്ക് ക്രോസ് എന്ന് പറയും. ക്യാപിറ്റൽ ടിയുമായിട്ടും ക്രോസ് ചെയ്യാം, സ്മാൾ ടിയുമായിട്ടും ക്രോസ് ചെയ്യാം. ശരിയല്ലേ?
പേരൻസ് എന്ന് പറയുന്നത് F1ൻ്റെ പേരൻ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്മാൾ ടി ആണ്. അപ്പോൾ ഈ ക്യാപിറ്റൽ സ്മാൾ ടി എന്ന് പറയുന്ന ഹൈബ്രിഡ്, അതായത് F1 ജനറേഷനിൽ കിട്ടിയ ചെടിയെ പേരൻസുമായിട്ട് ഏതെങ്കിലും പേരൻസുമായിട്ട് ക്രോസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ബാക്ക് ക്രോസ് എന്ന് പറയുന്നത്. ബാക്ക് ക്രോസ്. അതിലൊരു ചെറിയ ഇമ്പോർട്ടൻ്റ് കാര്യം കൂടെ ഉണ്ട് കേട്ടോ, ഒരു പോയിൻ്റ് കൂടെ ഉണ്ട്. ഈ ബാക്ക് ക്രോസ് ചെയ്യുമ്പോൾ ഈ F1 ഹൈബ്രിഡിനെ ക്യാപിറ്റൽ ടി സ്മാൾ ടി എന്ന് പറയുന്ന F1 ഹൈബ്രിഡിനെ അതിൻ്റെ പേരൻസിലെ റിസസീവ് ഇൻഡിവിഡ്വലുമായി, അതായത് സ്മാൾ ടി എന്ന് പറയുന്ന ചെടിയുമായിട്ട് പേരൻറ്റ് ഡ്വാർഫ് ഉണ്ടല്ലോ, സ്മാൾ ടി, ആ സ്മാൾ ടിയുമായിട്ട് ക്രോസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ടെസ്റ്റ് ക്രോസ് എന്ന് പറയും. അതായത് ക്രോസിങ് ഓഫ് ആൻ ഓർഗാനിസം വിത്ത് ഡോമിനൻ്റ് ഫീനോടൈപ്പ് ടു എ റിസസീവ് ഇൻഡിവിഡ്വൽ. ഇവിടെ റിസസീവ് ക്യാരക്ടർ ഏതാണ്? ഡ്വാർഫാണ്, ഉയരക്കുറവാണ്. അതിൻ്റെ ഡോമിനൻ്റ് ഫിനോടൈപ്പ് ഏതാ? സ്മാൾ ടി. പേരൻ്റ് അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നോക്കിയേ, ക്യാപിറ്റൽ ടി സ്മാൾ ടി എന്ന് പറയുന്ന ഹൈബ്രിഡിനെ സ്മാൾ ടി റിസസീവ് പേരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുന്ന ഈ ക്രോസിന് പറയുന്ന പേരാണ് എന്ത്? ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. ഈ ടെസ്റ്റ് ക്രോസ് നടത്തുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ ഹൈബ്രിഡ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ മോണോ ഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും 1:1 ആയിരിക്കും. നോക്കിയേ, ക്യാപിറ്റൽ ടി സ്മാൾ ടി എന്ന് പറയുന്ന ചെടിയിൽ എത്ര തരം ഗമീറ്റ് ഉണ്ടാകും? 2 തരം. ക്യാപിറ്റൽ ടി സ്മാൾ ടി എന്ന് പറയുന്ന ചെടിയിൽ എത്ര തരം ഗമീറ്റ് ഉണ്ടാകും? 1 തരം, സ്മാൾ ടി മാത്രം. അപ്പം ഏതൊക്കെ ചാൻസിൽ ഫെർട്ടിലൈസേഷൻ നടക്കാം? ഈ ക്യാപിറ്റൽ ടിക്ക് ഈ ക്യാപിറ്റൽ ടിയുമായിട്ട് ചേർന്ന് ക്യാപിറ്റൽ ടി സ്മാൾ ടി ഉണ്ടാകാം. ഈ സ്മാൾ ടിക്ക് ഈ സ്മാൾ ടിയുമായിട്ട് ചേർന്ന് സ്മാൾ ടി ഉണ്ടാകാം. ഇത് രണ്ടും മാത്രമേ പറ്റൂ. അതുകൊണ്ടാണ് പറയുന്നത് മോണോ ഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആയിരിക്കും. അപ്പോൾ ടെസ്റ്റ് ക്രോസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എന്താണ് ടെസ്റ്റ് ക്രോസ് എന്നുള്ളതും അതിൻ്റെ ഉപയോഗവും. അതായത് ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പാടില്ലാത്ത F1 തലമുറയുടെ ജീനോടൈപ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിനു വേണ്ടിയാണ് എന്ത് ടെസ്റ്റ് ക്രോസ് നടത്തുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിലെ ഒരു പിക്ചർ തന്നെയാണ് ഈ കാണിക്കുന്നത്. ടെസ്റ്റ് ക്രോസ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദി അൺനോൺ ജീനോടൈപ്പ് ഓഫ് എ ക്യാരക്ടർ. ഒരു ക്യാരക്ടറുള്ള ചെടി, ഇപ്പോൾ ഏതെങ്കിലും ഒരു ചെടി ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയെന്ന് വെച്ചോ, അതിൻ്റെ ജീനോടൈപ്പ് നമുക്കറിയില്ല, അറിയില്ല. അതറിയാൻ വേണ്ടിയുള്ള ക്രോസിനെയാണ് ടെസ്റ്റ് ക്രോസ് എന്നും പറയുന്നത്. നോക്കിയേ, ഇത് ഇങ്ങനെ ടെക്സ്റ്റിലുള്ളതാണ്. ഇപ്പോൾ ഇതേണ്ടി മിഡിലിൽ കാണുന്ന ഫ്ലവർ ഈ ചെടിയുടെ ഒരു ചെടി എന്ന് വിചാരിച്ചാൽ മതി. ഈ ചെടിയുടെ ജീനോടൈപ്പ് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ പേരൻസുമായിട്ട് എന്ത് ചെയ്യുന്നു? ക്രോസ് ചെയ്യുന്നു. ഹോമോസൈഗസ് റിസസീവുമായിട്ടാണ് ക്രോസ് ചെയ്യുന്നത്. അപ്പം WW നോക്കിയാൽ ഇതിനെയാണ് ഇതുമായിട്ട് ക്രോസ് ചെയ്യുന്നത്. അപ്പം ഈ ചെടിയെ ഈ ഹോമോസൈഗസ് റിസസീവുമായിട്ട് ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇതുപോലെയാണെങ്കിൽ ക്യാപിറ്റൽ W സ്മാൾ w, ക്യാപിറ്റൽ W സ്മാൾ w, ക്യാപിറ്റൽ W സ്മാൾ w, ക്യാപിറ്റൽ W സ്മാൾ w എല്ലാം വയലറ്റ്. അതായത് ഇത് വയലറ്റ് കളർ, ഇത് വൈറ്റ് കളറോ എന്ന് വെച്ചു. അപ്പം ഒരു വയലറ്റ് കളർ പൂവുള്ള ചെടിയെ വൈറ്റ് കളർ പൂവുള്ള ചെടിയുമായിട്ട് ക്രോസ് ചെയ്യുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ വയലറ്റ് കളർ പൂവുള്ള ചെടിയെന്ന് പറയുന്നത് F1 തലമുറയാണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇതെന്ന് പറയുന്നത് ഹോമോസൈഗസ് റിസസീവാണ്. സ്മാൾ w. ഈ സ്മാൾ w എന്ന് പറയുന്ന ചെടിയെ ഈ വയലറ്റ് കളറുള്ള ചെടി, അപ്പോൾ ഇതിൻ്റെ ജീനോടൈപ്പ് നമുക്ക് അറിയാൻ വയ്യ, വയലറ്റ് എന്നേ നമുക്ക് അറിയത്തുള്ളൂ. ഈ വയലറ്റ് നിറമുള്ള പൂവുള്ള ചെടിയുമായിട്ട് ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്നതെല്ലാം വയലറ്റ് ആണെങ്കിൽ എന്താണ്?
ഈ ചെടി വയലറ്റ് ചെടി എന്ന് പറയുന്നത് ക്യാപിറ്റൽ W ആയിരിക്കും. അതായത് അൺനോൺ ഫ്ലവർ ഈസ് ഹോമോസൈഗസ് ഡോമിനൻറ്റ്. ഇത് ക്യാപിറ്റൽ W ആയാൽ മാത്രമേ സ്മാൾ ഡബ്ല്യുമായിട്ട് ക്രോസ് ചെയ്യുമ്പോൾ എല്ലാം വയലറ്റ് കളറിലുള്ള പൂക്കളുള്ള ചെടികൾ കിട്ടത്തുള്ളൂ. ഇനി ഈ വയലറ്റ് ചെടിയുടെ ജീനോടൈപ്പ് ഇത് നമുക്കറിയില്ല. ഇതിനെ ഇതേപോലെ ഹോമോസൈഗസ് റിസസീവ് ക്യാപിറ്റൽ W ഈ മോളിൽ കാണിക്കുന്ന 2 വൈറ്റ് ഫ്ലവറും ഹോമോസൈഗസ് റിസസീവ് ആണ്. അതായത് സ്മാൾ W ആണ്. അതായത് സ്മാൾ ടി എന്ന് പറയുന്നത് പോലെ തന്നെ. അങ്ങനെ ഈ സ്മാൾ W എന്ന് പറയുന്ന ചെടിയെ നമ്മൾ ഈ വയലറ്റ് കളറുള്ള പൂവുള്ള ചെടിയുമായിട്ട് ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന 4 ചെടികളിലെ പൂക്കളിൽ 2 ചെടികളിലെ പൂക്കൾ വയലറ്റും 2 ചെടികളിലെ പൂക്കൾ വൈറ്റുമാണെങ്കിൽ ഇതെന്താണ്? ഹെറ്ററോസൈഗസ് ആണ്. ഏത്? വയലറ്റ് ഹെറ്ററോസൈഗസ് ആണ്. അതായത് എന്തായിരിക്കും? ക്യാപിറ്റൽ W സ്മാൾ W ആയിരിക്കും. അങ്ങനെ വന്നാൽ മാത്രമേ നോക്കിക്കേ, നിങ്ങൾ ഈ ജീൻ എന്ന് എഴുതി നോക്കിക്കേ, ഗമീറ്റ് എന്ന് എഴുതി നോക്കിയാൽ ഇത് മുകളിൽ സ്മാൾ W ലെഫ്റ്റിൽ ക്യാപിറ്റൽ W സ്മാൾ W നോക്കിക്കേ, എഴുതി നോക്കിയാൽ നമുക്ക് കിട്ടും ഹാഫ് ഓഫ് ദ ഫ്ലവേഴ്സ് ആർ വയലറ്റ് ആൻഡ് ഹാഫ് ഓഫ് ദ ഫ്ലവേഴ്സ് ആർ വൈറ്റ്. അങ്ങനെയാണെങ്കിൽ എന്താണ് അത്? ഹെറ്ററോസൈഗസ് ആണ്. ഓക്കെ, സോ മെൻഡൽ കണ്ടക്ടഡ് ടെസ്റ്റ് ക്രോസ് ടു ഡിറ്റർമിൻ ദ F2 ജീനോടൈപ്പ്. മെൻഡൽ F2 ജീനോടൈപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്? ടെസ്റ്റ് ക്രോസ് മെൻഡൽ നടത്തിയത്. ഇത്രയും പരീക്ഷണങ്ങൾ ചെയ്തതിന് ശേഷം മെൻഡൽ 2 നിയമങ്ങൾ പറഞ്ഞു. മെൻഡൽസ് ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അതിനകത്തെ ഫസ്റ്റ് ലോ 3 ലോയാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ ഫസ്റ്റ് ലോ, മെൻഡൽസ് ഫസ്റ്റ് ലോയാണ് ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറയുന്നത്. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ആ ലോ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ലോ ഓഫ് ഡോമിനൻസ്. ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് കാൾഡ് ഫാക്ടേഴ്സ്. ഓരോ ക്യാരക്ടറിനെയും അതിന് പ്രത്യേകതരമായ ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. അതിന് പറയുന്ന പേരാണ് ഫാക്ടേഴ്സ്. ഈ ഫാക്ടേഴ്സാണ് നമ്മളിപ്പം ജീൻ എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. അദ്ദേഹത്തിന് അന്ന് ജീൻ എന്താണെന്ന് അറിയില്ല. ജീനൊക്കെ ഇപ്പോഴത്തെ നൂറ്റാണ്ടിൽ വന്നതാണ്. സോ ഫാക്ടേഴ്സ് ഒക്കേഴ്സ് ഇൻ പെയർസ്. അദ്ദേഹം പറഞ്ഞു ഫാക്ടേഴ്സ് പെയറുകളായിട്ട് കാണപ്പെടുന്നുണ്ട്. മെയിൽ പേരൻറ്റിൽ നിന്നും ഫീമെയിൽ പേരൻറ്റിൽ നിന്നും വരുന്ന ഓരോന്ന് വന്ന് ഓസ്പ്രിങ്സിൽ വരുമ്പോഴാണ് ഒരു ജോഡി വരുന്നത്. അപ്പോൾ ഒരു ജോഡി ഫാക്ടേഴ്സ് ഓരോ ക്യാരക്ടേഴ്സിനും കാണപ്പെടുന്നുണ്ട്. സോ അദ്ദേഹം പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു, ഇൻ എ ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടേഴ്സ് വൺ മെമ്പർ ഓഫ് ദ പെയർ ഡോമിനേറ്റ്സ് ആൻഡ് ദി അതർ റിസസീവ്. ഓക്കെ, അതായത് നോക്കിയേ, ഇതാണ് പറയുന്നത് ഡിസിമിലർ പെയർ. നോക്കിയേ, ഇൻ എ ഡിസിമിലർ പെയർ, അതായത് ക്യാപിറ്റൽ ടി, ഉദാഹരണം പറഞ്ഞു ക്യാപിറ്റൽ ടി സ്മാൾ ടി എന്ന് പറഞ്ഞ ഒരു ഡിസിമിലർ പെയറായിട്ടുള്ള ഫാക്ടേഴ്സ് ഒരു ജീവിയിൽ വരികയാണെങ്കിൽ അതിൽ ഒരു മെമ്പർ മാത്രം ഡോമിനൻ്റ് ആകുന്നു, മറ്റേത് റിസസീവ് ആയിരിക്കും, പ്രകടമാകും. ഡോമിനൻ്റ് എന്ന് പറഞ്ഞാൽ പ്രകടമാകുന്നു. അപ്പോൾ ക്യാപിറ്റൽ ടി സ്മാൾ ടി എന്ന് പറയുന്ന ജീനോടൈപ്പുള്ള ചെടിയുടെ സ്വഭാവം എന്തായിരുന്നു? ഉയരം കൂടുതലുള്ളവയായിരുന്നു. അപ്പോൾ ക്യാപിറ്റൽ ടി ആണ് ഉയരം കൂടുതൽ ഉണ്ടാക്കുന്ന ജീൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ടി ആണ് അവിടെ ഡോമിനൻ്റ് ആയത്, സ്മാൾ ടി എന്താണ്? റിസസീവായി. സോ ഇതാണ് എന്ത്? ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറയുന്നത്. ഇൻ എ ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടേഴ്സ് one member of the pair dominates and the other is recessive. ഇതാണ് ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ലോ, മെൻഡൽസ് ലോ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി രണ്ടാമത്തെ ലോയാണ് അദ്ദേഹം പറഞ്ഞത്, ലോ ഓഫ് സെഗ്രിഗേഷൻ. സെഗ്രിഗേറ്റ് ചെയ്യുക. ഈ സെഗ്രിഗേഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാം നമുക്ക്. അതായത് നോക്കിയേ,
ഇവിടെ നോക്കിക്കേ, ക്യാപിറ്റൽ ടി പിക്ചർ നോക്കിക്കേ നിങ്ങൾ, ക്യാപിറ്റൽ ടി ചെടി. ഈ ക്യാപിറ്റൽ ടി ചെടിയിൽ ഗമീറ്റ് ഉണ്ടാകുമ്പം ഓരോ ഗമീറ്റിലും ഏതൊക്കെ വരും? ഒരു ഗമീറ്റിൽ ക്യാപിറ്റൽ ടി, മറ്റേ ഗമീറ്റിലും ക്യാപിറ്റൽ ടി. സ്മാൾ ടി ചെടി നോക്കി, അതിൽ ഗമീറ്റ് ഉണ്ടാകുമ്പോൾ ഈ സ്മാൾ ടി രണ്ടായിട്ട് മാറും. എന്നിട്ട് ഓരോ അലീലും ഓരോ ഗമീറ്റിലോട്ട് പോകും. അത് കാരണം സ്മാൾ ടി ഗമീറ്റ് ഉണ്ടാകും, സ്മാൾ ടി ഉള്ള മറ്റൊരു ഗമീറ്റ് ഉണ്ടാകും. ഇവിടെ നോക്കി, ക്യാപിറ്റൽ ടി സ്മാൾ ടി എന്ന് പറയുന്ന ഹൈബ്രിഡാണ്. ഒരു സ്വഭാവത്തിന് രണ്ട് വ്യത്യസ്ത തരം ജീനുകളുണ്ട്, അതിനെയാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈബ്രിഡ് ആയിട്ടുള്ള ചെടിയിൽ ഗമീറ്റ് ഉണ്ടാകുമ്പോൾ ക്യാപിറ്റൽ ടി ഒരു ഗമീറ്റിലോട്ട് പോകും. അതാണ് ഈ ക്യാപിറ്റൽ ടി. സ്മാൾ ടി മറ്റൊരു ഗമീറ്റിലോട്ട് പോകും. മനസ്സിലായില്ലേ? അതാണ് പറയുന്നത് ഡ്യൂറിങ് ഗമീറ്റ് ഫോർമേഷൻ ദ ഫാക്ടേഴ്സ് അലീൽസ്, അതിന് ഫാക്ടേഴ്സിനാണ് അലീൽസ് എന്നും പറയുന്നത്. ഫാക്ടേഴ്സ് ഓഫ് എ ക്യാരക്ടർ പെയർ പ്രസൻറ്റ് ഇൻ പേരൻസ് സെഗ്രിഗേറ്റ് ഫ്രം ഈച്ച് അതർ സച്ച് that a gamete receive only one of the two factors. നോക്കിക്കേ, ക്യാപിറ്റൽ ടി സ്മാൾ ടി എന്ന് പറയുന്ന ചെടിയിൽ ഗമീറ്റ് ഉണ്ടാകുന്ന സമയത്ത് ദേ സെഗ്രിഗേറ്റ്, പിരിഞ്ഞ് അവ ഓരോന്നും ഓരോ ഗമീറ്റിലേക്ക് പോകുന്നു. അതാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഈ സെൻറ്റൻസ് ഇതേപോലെ പഠിച്ചു വെക്കണം. During gamete formation, the factors of a character pair ആണ് ഒരു ക്യാരക്ടറിനുള്ള ഒരു പെയറാണ് ക്യാരക്ടർ പെയർ. പ്രസൻറ്റ് ഇൻ പേരൻസ് സെഗ്രിഗേറ്റ് ഫ്രം ഈച്ച് അതർ സച്ച് ദാറ്റ് എ ഗമീറ്റ് റിസീവ്സ് ഓൺലി വൺ ഓഫ് ദ ടു ഫാക്ടേഴ്സ്. ഈ ഗമീറ്റ് ഉണ്ടാകുമ്പോൾ ക്യാപിറ്റൽ ടി സ്മാൾ ടി ഒരെണ്ണത്തിൽ കയറി വന്നോ? ഇല്ല. ഇവിടെയും ക്യാപിറ്റൽ ടി സ്മാൾ ടി വന്നോ? ഇല്ല. ഈ ക്യാപിറ്റൽ ടി സ്മാൾ ടി ചെടിയിൽ ഗമീറ്റ് ഉണ്ടായപ്പോൾ ഓരോ ഗമീറ്റിലും ഓരോ അലീല് മാത്രമേ ഉണ്ടായുള്ളൂ. ക്യാപിറ്റൽ ടി ഒരെണ്ണത്തിൽ, സ്മാൾ ടി മറ്റൊന്നിൽ. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കിയാൽ, ഇവിടെ നിന്ന് ആദ്യം പറഞ്ഞ ക്യാപിറ്റൽ ടി ഗമീറ്റ് ഉണ്ടായി. സ്മാൾ ടി ചെടിയിൽ സ്മാൾ ടി ഗമീറ്റ് ഉണ്ടായി. അതാണ് പറയുന്നത് ഹോമോസൈഗസ് പേരൻറ്റ് പ്രൊഡ്യൂസസ് സിമിലർ ഗമീറ്റ്സ്. ഹോമോസൈഗസ് പേരൻറ്റ് സിമിലർ ഗമീറ്റ്സിന് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. കാരണം അവിടെ ക്യാപിറ്റൽ ടി ആണ്. ഹോമോസൈഗസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ക്യാപിറ്റൽ ടി അല്ലെങ്കിൽ സ്മാൾ ടി. ഇത് രണ്ടും ഹോമോസൈഗസ് കണ്ടീഷനാണ്. ഇങ്ങനെയുള്ള രീതിയിൽ ഗമീറ്റുകളിൽ ഒരേ തരം അലീൽസ് ആയിരിക്കും ഉണ്ടാവുക. ഇനി heterozygous parent produces two kinds of gametes, each having one allele with equal proportion. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം തന്നെ. ഹെറ്ററോസൈഗസ് ആയിട്ടുള്ള പേരൻറ്റിൽ രണ്ട് തരം ഗമീറ്റുകൾ ഉണ്ടാകും. പക്ഷേ ആ രണ്ട് തരം ഗമീറ്റുകളിലും എന്തായിരിക്കും? ഓരോ തരം അലീലുകളായിരിക്കും. അതായത് ഒന്നിൽ ക്യാപിറ്റൽ ടി, മറ്റേതിൽ സ്മാൾ ടി വിത്ത് ഈക്വൽ പ്രപ്പോർഷൻ. ഇതിനകത്ത് 50 ക്യാപിറ്റൽ ടി ഗമീറ്റ് ഉണ്ടായാൽ ഈ ചെടിയിൽ 50 സ്മാൾ ടി ഗമീറ്റും ഉണ്ടാകും. ഇതാണ് രണ്ട് നിയമങ്ങൾ. ഏതൊക്കെ? ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും. ഓക്കെ, ഈ രണ്ട് സ്വഭാവങ്ങൾ നമുക്ക് മോണോ ഹൈബ്രിഡ് ക്രോസിൽ പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് സ്വഭാവങ്ങൾ മോണോ ഹൈബ്രിഡ് ക്രോസിൽ നിങ്ങൾ നല്ലതായിട്ട് പഠിക്കണം. അപ്പോൾ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്താണെന്നും നിങ്ങളത് നല്ലവണ്ണം പഠിച്ചു വയ്ക്കണം.